ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കി, എന്നിട്ടും ആ പെണ്ണിന് ഞാൻ പറയുന്നൊന്നും തലേ കേറുന്നില്ല. എങ്കിലേ നിങ്ങളുടെ മൂക്ക് നല്ല അടിയുടെ കുറവാ. രുക്മിണി, ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കാര്യം നടക്കും. വർമ്മ സാർ വന്നോ? പുറത്ത് കാറ് കിടക്കുന്നു. ചേട്ടൻ വന്നു രാജു. ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. ഓ ശേഖരൻ സാറേ, പുറത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അതിനെന്താ രാജു? യാമിനി, മോളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ശരി, മോള് വാ. രാജു വാ. ആ നടക്ക്. വരും സാർ. അമ്മായി അമ്മാവനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ലടാ, അവളും നിന്റെ ചെറിയമ്മാവനും കൂടി എല്ലാം മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാ. എത്ര നാള് മറച്ചു വെക്കോ അമ്മേ? സത്യം എന്നാണെങ്കിലും പുറത്തു വരും. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ. ഇല്ലടാ, അങ്ങനെ ഞാൻ യാമിനെ വെറുതെ വിടൂന്ന് അവള് വിചാരിച്ചാ അത് അവക്ക് തെറ്റി. ശേഖരനല്ല, ഇനി അവൾ ആരെ കൂട്ടുപിടിച്ചാലും ശരി, അവളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. രാധമേ, ഇവിടെ ആരുമില്ലേ? എന്താ രുക്മിണി ആന്റി? നീ എന്താ ഈ ചൂലായിട്ട് വന്ന് നിൽക്കുന്നേ? ഞാൻ മുറിക്കകം തൂത്തുവരുമായിരുന്നു. ഇവിടെ ആരുമില്ലേ? ആരില്ലേന്ന്? ഇവിടെ നിന്റെ അച്ഛനും അമ്മയൊന്നും ഇല്ലേന്ന്? ഉണ്ടല്ലോ. എങ്കി അവരെ വിളിക്കേ. പറഞ്ഞാ പോരെ, അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ അവരെ വിളിക്ക് പ്രിയേ. അമ്മ, അച്ഛാ, ദേ രുക്മിണി ആന്റി വന്നിരിക്കുന്നു. ഈശ്വരാ, ഇനി എന്തെങ്കിലും പ്രശ്നമാണോ? എന്താ രുക്മിണി, വാ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ അകത്തേക്കൊന്നും ഇരിക്കാൻ വന്നതല്ല രാധമേ. പിന്നെ വാടക പിരിക്കാൻ വന്നതാണോ? വാടകയൊക്കെ ഞങ്ങൾ തന്നാണല്ലോ. അല്ല, ഇപ്പൊ പിന്നെ എന്താ ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവ്? ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. ആ, സംസാരിച്ചോ? എന്താന്ന് വെച്ചാ പറഞ്ഞോ. രുക്മിണി ആരാ തടഞ്ഞത്? നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ മകൾ വിവാഹപ്രായമായി നിൽക്കുക. നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. എന്നിട്ടും എന്റെ മകൾ നിങ്ങളുടെ മകനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അത് ശരിയല്ല. അത് രുക്മിണി വിടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം രുക്മിണിയുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ മകനോട് പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ പറ. എന്താ രുക്മിണി അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് രമ്യയോട് സംസാരിച്ചിട്ടില്ലെന്നാണോ രുക്മിണി വിചാരിക്കുന്നത്? ആ കുട്ടിയോട് പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ? അതെ, ഉള്ള കാര്യം പറയാലോ. ആദ്യമൊക്കെ ഞങ്ങളും രാജു രമ്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ അവൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കയറി വന്നാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും രമ്യയോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, രമ്യ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. അപ്പൊ രമ്യ പറയും, ഇത് രമ്യയുടെ വീടാണ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള അവകാശം രമ്യക്കുണ്ടെന്ന്. പിന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. എന്റെ മകളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ആഗ്രഹം ഇല്ലാതാവണം. അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതപ്പൊ നന്നായേ. നിങ്ങളുടെ മകളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ മകൻ പോകണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രുക്മിണി തന്നെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രുക്മിണിയുടെ ഭർത്താവില്ലേ രവിപിള്ള, പിള്ളച്ചേട്ടനോട് പറ. ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു നോക്കി, എന്നിട്ടും ആ പെണ്ണിന് ഞാൻ പറയുന്നൊന്നും തലേ കേറുന്നില്ല. എങ്കിലേ നിങ്ങളുടെ മൂക്ക് നല്ല അടിയുടെ കുറവാ. രുക്മിണി, ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോ കാര്യം നടക്കും. ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് രുക്മിണി ഞങ്ങളോട് വന്ന് വഴക്കുണ്ടാക്കരുത്.
ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് പോകേണ്ടവരാ നമ്മള്. അത് നിങ്ങൾ ഹരീഷിനെ ശ്രീലക്ഷ്മിയെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അതെ, നിങ്ങളുടെ ഈ ഒരു കുടുംബം കാരണം എന്റെ 2 മക്കളുടെയും ജീവിതമാ തൊലഞ്ഞത്. രുക്മിണി, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണോ? ദൈവമല്ലേ എല്ലാം നിശ്ചയിക്കണത്. ഉണ്ടായിരുന്ന ഒരു മകനെ കയ്യും കലാശവും കാണിച്ച് അവള് കൊണ്ടുപോയി. മകളാണെങ്കി ഒന്ന് കെട്ടിയ രാജുവിനെ മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുക. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ല. രുക്മിണി, രാവിലെ തന്നെ വീടിന്റെ മുറ്റത്ത് വന്ന് ശാപവാക്കുകളൊന്നും പറയരുത്. നിങ്ങൾ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ഇവിടെ നിന്ന് സംസാരിക്കരുത്. രുക്മിണി രമ്യയെ പറഞ്ഞ് മനസ്സിലാക്ക്. നമ്മൾ പറഞ്ഞാലും കേൾക്കൂല, സ്വന്തം അമ്മ പറഞ്ഞാലും കേൾക്കൂല, ആ കൊച്ച് ആര് പറഞ്ഞാലും കേൾക്കൂല. നിനക്കത് അറിയില്ലേടി? എന്തായാലും രുക്മിണി ഇവിടെ നിന്ന് ഇപ്പൊ പോണം. കാര്യം ഇത് നിങ്ങളുടെ വീടൊക്കെ തന്നെയാ. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതും ശാപിക്കുന്നതും ഒട്ടും ശരിയല്ല. എല്ലാത്തിനും ദൈവം നിങ്ങളോട് ചോദിച്ചോളൂ. പിന്നെ സമാധാനായിട്ട് ജീവിക്കുന്നവരെ ചോദ്യം ചെയ്യലല്ലേ ദൈവത്തിന്റെ പണി. ഊണിലും ഉറക്കത്തിലും ഈശ്വരനെ വിചാരിച്ച് ജീവിക്കുന്നവരാ ഞങ്ങള്. ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഒന്നും ഇതുവരെ ഞങ്ങള് ചെയ്തിട്ടില്ല. രുക്മിണി ചെല്ല. എന്തിനാമേ ഇത്? എടാ, യാമിനി എന്തായാലും പ്രതാപനോട് സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പോ ഋതികയ്ക്കിട്ട് നമുക്കൊരു പണി കൊടുക്കാടാ. എന്തു പണിയാമേ? എടാ, ഇത് ചൂട് ചായയല്ലേ, ഇതവളുടെ കയ്യിലൊഴിച്ചു കൊടുക്കാം. അതെന്തിനാമേ? അവക്കൊന്ന് പൊള്ളട്ടെടാ. പൊള്ളിട്ട്? എടാ, എന്നിട്ടേ നമുക്ക് യാമിനിയെ ഒന്ന് ഭീഷണിപ്പെടുത്താം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഋതികയെ ഉപദ്രവിക്കുമെന്ന്. ആ, അത് കൊള്ളാമേ, നല്ല ഐഡിയ. ആ, ഋതികയെ ഉപദ്രവിക്കുന്നു പറഞ്ഞ യാമിനി അമ്മായി സമ്മതിക്കും. എന്തു പറ്റി ചെറിയമ്മയ്ക്ക്? ചെറിയമ്മ എന്നോട് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. എന്താ ചെറിയമ്മ? ഋതുമോളെ, എന്നോട് നീ സത്യം പറയണം. എന്തിനെ കുറിച്ചാ ചെറിയമ്മ? ഞാനതിന് ചെറിയമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഋതിക മോളെ,